അവസാനഘട്ട മണ്ഡലങ്ങളിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ പോരാട്ടമാണ് ഇപ്പോൾ കനക്കുന്നത്. വേനൽ ചൂട് 45 ഡിഗ്രി കടന്നിട്ടും നട്ടുച്ച നേരത്തും പതിനായിരങ്ങളാണ് മായാവതിയുടെ റാലി കേൾക്കാനെത്തുന്നത്. ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ നരേന്ദ്രമോദിക്ക് പോലും മേഖലയിൽ കഴിഞ്ഞിട്ടില്ല. സീറ്റ് വിതരണത്തിലും പ്രചാരണത്തിലും BSPയുടെ നീക്കങ്ങൾ ശ്രദ്ധാപൂർവമാണ്. സംബലിനു പുറമെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ മത്സരിക്കുന്ന അസംഗഡിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ ആണ് BSP രംഗത്തിറക്കിയത്. ഗുജറാത്തിന് പുറത്ത് മോദി മത്സരിക്കുന്ന ഈ മേഖലയിൽ 2 ബ്രാഹ്മണർക്കും പാർട്ടി സീറ്റ് നൽകിയിട്ടുണ്ട്. മുബാറക്പൂർ അസംബ്ലി സീറ്റിലെ MLA കൂടിയായ ഷാ ആലം ഗുഡ്ഡു ജമാലി അസംഗഡിൽ മുലായത്തിനെതിരെ മികച്ച പോരാട്ടമാണ് BSP ടിക്കറ്റിൽ കാഴ്ചവെക്കുന്നത്. മുസ്ലിംകൾ മുലായത്തിനൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ കനത്ത ആക്രമണമാണ് മായാവതി മുലായത്തിനെതിരെ അഴിച്ചുവിട്ടത്. आजमगढ़ से चुनाव जीत जाते हैं तो फिर यहाँ संभल, बदायूं, कन्नौज आदि की तरह ही आज की आजमगढ़ की सीट पर भी आगे चलकर फिर अपनी दूसरी पत्नी को खुश करने हेतु उनके बेटे श्री पति की यादव के लिए ही फिर आपकी ये सीट भी जरूर खाली कर देंगे. പൂർവാഞ്ചൽ മേഖലയിൽ ഒടുവിലത്തെ ചിത്രമനുസരിച്ച് BSPയും SPയും തമ്മിലാണ് പോരാട്ടം നേർത്തുവരുന്നത്. വാരണസിയുടെ അയൽമണ്ഡലമായ അസംഗഡിൽ മുലായത്തിന്റെ സാന്നിധ്യം മേഖലയിൽ നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിന്റെ ശക്തി കുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതെങ്കിലും സമാജ്വാദി പാർട്ടി നേതാക്കൾ ഇക്കാര്യം അവകാശപ്പെടുന്നില്ല. നേതാജി നേരത്തെ തന്നെ അസംഗഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും അതിന് രാഷ്ട്രീയമായ മാനങ്ങളില്ലെന്നുമാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ CP റായ് ചൂണ്ടിക്കാട്ടിയത്. This is not first time. I think many times from people from Azamgarh has demanded Netaji to fight from here. This time he decided not to refuse this. ഒരു മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിലെവിടെയും BJPക്കെതിരെ കാര്യമായ പരാമർശങ്ങൾ ഒന്നും ഉന്നയിക്കാതിരുന്ന മായാവതി ഉത്തർപ്രദേശിലെ പോരാട്ടം BSPയും SPയും തമ്മിലാണെന്നാണ് അടിവരയിടുന്നത്. ഉത്തർപ്രദേശിലെ അസംഗഡിൽ നിന്നും ക്യാമറാമാൻ സുരേഷ് ഇരുമ്പനത്തിനൊപ്പം റഷീദുദ്ദീൻ.